ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പം എന്താ പറഞ്ഞാലേ, എൻ്റെ ഷോപ്പിൽ വരുന്ന ഒരുവിധ എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമാണ് ഇവിടെ വിത്ത് കൊണ്ടവണ വിത്ത് മുളക്കണില്ല എന്നൊക്കെ. ഈ വിത്ത് മുളക്കാത്ത പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഒരു മുളപ്പിച്ചിടത്താണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ എല്ലാ കർഷകർക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ നമ്മൾ വീട്ടിലുള്ള സ്ത്രീകളും ചില ആണുങ്ങളൊക്കെ വിത്ത് കൊണ്ടായാൽ മുളക്കൂല എന്നുള്ള പ്രശ്നമാണ്. നമ്മൾ 100% വിത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 30% വിത്തിന് പ്രശ്നമുള്ളൂ. അത് അത്രയും ലോക്കൽ വിത്താണെങ്കിൽ, നല്ല ക്വാളിറ്റിയിൽ നല്ല വിത്താണെങ്കിൽ ഒരു പ്രശ്നം വരില്ല. അത് നമ്മൾ മുളപ്പിക്കുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. വിത്ത് മുളപ്പിക്കേണ്ട രീതി ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ പറയണ ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ ഒരു ട്രേ എടുക്കുക. ചെറിയ ട്രേ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ചകിരി കമ്പോസ്റ്റ്, നല്ല ചകിരി കമ്പോസ്റ്റ്. ഇപ്പം നമ്മൾ ഒരു 1/2 കിലോ ചകിരി കമ്പോസ്റ്റ് എടുക്കണമെങ്കിൽ അതിക്കൊരു 1/4 കിലോന് കുറഞ്ഞ അളവിൽ മണ്ണ് മതി. അപ്പോൾ ഈ മണ്ണും ചകിരി കമ്പോസ്റ്റ് നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ നല്ലത് മിക്സ് ചെയ്യണം. ഇതിൽ ചകിരി കമ്പോസ്റ്റ് ആട്ടോ കൂടുതൽ വേണ്ടത്. എന്നിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം എന്താ പറഞ്ഞാൽ, നമ്മൾ ഈ ട്രേയിൽ ഫുള്ളാക്കി നിറക്കരുത്. ട്രെയിൻ്റെ പകുതി ഭാഗം നിങ്ങളിവിടെ നോക്കി, ഈ ട്രെയിൻ്റെ പകുതി ഭാഗമുള്ളൂ. ഇവിടെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടില്ല. ട്രെയിൻ്റെ പകുതി ഭാഗമുള്ളൂ. നമ്മൾ ഇത് ഫുള്ളാക്കി നിറക്കരുത്. ട്രെയിൻ്റെ പകുതി ഭാഗമായിട്ട് നമുക്ക് നിറക്കുക. ഈ നിറച്ചതിന് ശേഷം നമ്മൾ നമ്മളിപ്പോൾ ഏത് വിത്ത് ഇടണമെങ്കിലും, ഏത് വിത്ത് പറഞ്ഞാൽ ഈ തൊലി കനം കൂടിയ വിത്ത് ഉണ്ടാവില്ലേ, വെണ്ട, പിന്നെ പയർ, കൈപ്പങ്ങ, പടവലങ്ങ, കുമ്പളം, ചരങ്ങ, ഇങ്ങനത്തെ വിത്ത്, കനം കുറഞ്ഞ വിത്ത്. അതായത് നമ്മളിപ്പോൾ മുളകിൻ്റെ, തക്കാളിൻ്റെ, ചീരൻ്റെ വിത്ത് വേണ്ട. അപ്പോൾ ഈ 4 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ടേക്കുക. ഈ 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം, ഇതിപ്പോൾ 4 മണിക്കൂർ വെള്ളത്തിലിട്ടച്ച വിത്താണ്. ഈ 4 മണിക്കൂർ നമ്മൾ ഈ വിത്ത് വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഓരോ വിത്ത് ഇതിലിടുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓരോ വിത്ത് നമ്മൾ ഇതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞപ്പോൾ ഓരോ വിത്ത് ഇതിലിടുകയാണ്. ഇതിപ്പോൾ ഈ ചകിരി കമ്പോസ്റ്റും മണ്ണ് മാത്രം കിട്ടും. വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിൽ ഒരു 10 ഗ്രാം 20 ഗ്രാം സൂഡോമോണസ് നമുക്ക് ചേർക്കാം. പക്ഷെ ചേർക്കേണ്ട ആവശ്യമില്ല, ചേർത്താൽ നല്ലതാണ്. ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, ഒന്നും പാടെ നമ്മളിപ്പോൾ മിക്സ് ചകിരി കമ്പോസ്റ്റും മണ്ണും സൂഡോമോണസ് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും കൂടെ ഫില്ലപ്പ് ആക്കി കൊടുക്കുക. ആദ്യം തന്നെ ഇത് ഫുള്ളാക്കി നിറക്കരുത്. ഒന്നിങ്ങനെ ഫുള്ള് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഫുള്ളാക്കിനെ അങ്ങനെ ഫുള്ള് ഫില്ലപ്പ് ചെയ്ത് ബാക്കി ഭാഗത്ത് നമ്മൾ കുറച്ചും പാടെ ചകിരി കമ്പോസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഫുള്ളാക്കി കൊടുത്താൽ ഈ ചകിരി കമ്പോസ്റ്റ് കൊടുക്കണ നല്ലതാണ് കേട്ടോ. ചകിരി ചോറ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഈ ചകിരി ചോറ് ഉപയോഗിച്ചാൽ വിത്ത് മുളക്കില്ല. എന്താണ്, അതിൽ ഈ പുളിപ്പുണ്ടാവും. ഈ ചകിരി കമ്പോസ്റ്റ് ഇത് ഫുള്ള് ട്രീറ്റ് ചെയ്തിട്ട്, ഒരു 6 മാസത്തോളം ട്രീറ്റ് ചെയ്തിട്ട് വരുന്ന സാധനമാണ് ഈ ചകിരി കമ്പോസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാം. ചകിരി ചോറ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. അങ്ങനെ വെള്ളത്തിന് കുപ്പിയെടുത്താൽ നമ്മൾ കൂടുതൽ ഇതിൽ വെള്ളം ഉപയോഗിക്കരുത്. ഇപ്പോൾ ചിലരുണ്ട് ഈ വിത്ത് ഇങ്ങനെ കുഴിച്ചിട്ട് കാണാം, ഒന്നായിട്ട് ദിവസം ഇങ്ങനെ പെപ്പ് ഇങ്ങനെ നനച്ചു കൊടുക്കലും. ഒന്ന് ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഇതുണ്ടെങ്കിൽ ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ രാവിലെ 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്യുക. വൈകുന്നേരം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു ഈർപ്പുണ്ടാവും. ആ ഈർപ്പത്തിൽ വേണമെങ്കിൽ വിത്ത് മുളപ്പിക്കാൻ. നമ്മൾ വെള്ളം കൂടുതലും ഓസ് കുടിച്ചിട്ട് ഒന്നായിട്ട് ഇങ്ങനെ നനച്ചു കൊടുത്താൽ എന്ത് ചെയ്യും, ആ വിത്തിന് ചീച്ചിൽ വരെ വിത്ത് മുളക്കൂല, ഒരിക്കലും മുളക്കൂല. ഇപ്പോൾ നമ്മളൊരു 50 വിത്ത് കുഴിച്ചിട്ടാൽ അതിൽ ചുരുങ്ങിയത് ഒരു 45 വിത്തുകൾ മുളക്കും. അത് ഗ്യാരണ്ടിയാണ്. പക്ഷെ നമ്മൾ പറയണ പോലെ ഈ രീതിയിൽ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്നും പാടെ ഇതേപോലെ നനച്ചു കൊടുക്കുക. വിത്ത് മുള പൊന്തുന്ന വരെ ഇതാക്കുക. എന്നിട്ട് ഇത് ചെയ്യേണ്ട എന്താണ്, ഇതൊരു 2 ദിവസം കൊണ്ട് മുള പൊന്തും. ഇത് കൊണ്ടില്ല, ഞാനിപ്പോൾ ഇന്നലെ ചെയ്താണ്. ഇത് നാളെ മുള വരും. ഇതിപ്പോൾ ഇന്ന് ചെയ്തതാണ്. ഇത് 2-3 ദിവസം കൊണ്ട് ഇത് മുള വരും. മുള വന്നതിന് ശേഷം ഏകദേശം ഒരു 5-6 ഇഞ്ച് വലിപ്പം വെച്ചതിന് ശേഷം 2-3 ഇല അതിൻ്റെ ശേഷം നമ്മളിത് പതുക്കെ എടുത്തിട്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞുതരുന്നുണ്ട്. പതുക്കെ എടുത്തിട്ട് നമ്മൾ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിടും. ശ്രദ്ധിക്കണം, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം നമ്മൾ പാകത്തിന് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വിത്ത് നഷ്ടപ്പെടുകയില്ല, മുളക്കും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.